ദൈവം നിനക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കണ്ടിട്ടില്ല. കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഡു യു ലവ് ഹിം? കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണോ? ആദ്യം നമ്മളെ സ്നേഹിച്ചത് കർത്താവ്. 1 യോഹന്നാൻ 4 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു, അവസാന തുള്ളി രക്തം വരെ നൽകി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. ആ സ്നേഹം നമ്മളോടുള്ളത് വ്യക്തമാക്കി, പ്രകടമാക്കി, നിത്യമായി നിലനിൽക്കുന്ന സ്നേഹം. ആ സ്നേഹം മനസ്സിലാക്കിയ ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കണ്ടോ, ഇറ്റ് ഈസ് ബീൻ റിട്ടൺ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. സംതിങ് ഗ്രേറ്റർ, ഫാർ ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ വലിപ്പം ഇത്രയാണെങ്കിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്, സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ ഊഹിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള കാര്യമാണ്. വലുതാണ്. വലിയ നന്മകൾ ഒരുക്കിയിരിക്കുന്നു, വലിയ അനുഗ്രഹങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമ്മളെപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ആവശ്യം പറയുമ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന അതിനേക്കാളും വലുതാണെങ്കിലോ. ഉദാഹരണത്തിന് നിങ്ങളൊരു വീട് മേടിക്കാൻ പോകും. ആ വീട് ഇത്ര വലിപ്പം, ഇപ്പോൾ ഒരു ഉദാഹരണം കേട്ടോ, ഇതാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന വലിപ്പമെങ്കിൽ ദൈവം സജ്ജീകരിച്ചിരിക്കുന്നവ അതിലും വലുതാണെങ്കിലോ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ ദൈവം ഒരുക്കിയ ചില നന്മകളുണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ലഭിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നവ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. അതിന് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇന്നത്തെ നമ്മുടെ ടോക്ക് അതാ. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി യൂറോപ്പിന് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. യൂറോപ്പിൽ വന്ന് ഒരു ജോലി കിട്ടാൻ വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ജോലി കിട്ടുന്നതിന് വേണ്ടി. നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു. ആ വ്യക്തി കുറേ നാൾ കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ വന്നു. വേറൊരു വ്യക്തി ഇതുപോലെ തന്നെ അമേരിക്കയിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അയാൾ അമേരിക്കയിൽ ചെന്നു. അപ്പോൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മുതൽ, അല്ലെങ്കിൽ യൂറോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ മുതലുള്ള അവരുടെ പ്രാർത്ഥനാ വിഷയം മാറി. പിന്നെ യൂറോപ്പിൽ വന്നതിന് ശേഷം പിന്നെ യൂറോപ്പിൽ വരാൻ, അല്ലെങ്കിൽ അമേരിക്ക വരാൻ വേണ്ടിയല്ല, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈശോ സജ്ജീകരിച്ചിരിക്കുന്നവ നമുക്ക് ലഭിക്കുവാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മളിപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് യേശു തൻ്റെ പരിഹാര ബലിയിലൂടെ നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥനകൾ റൈറ്റ് ഡയറക്ഷനിൽ പോകത്തുള്ളൂ. പഴയ നിയമത്തിൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകൾ വിസ്താരമാക്കണമേ, എക്സ്റ്റെൻഡ് മൈ ബൗണ്ടറീസ്. നമ്മൾ കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി അമേരിക്കയിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആ മനുഷ്യൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറൊരു ടെറിട്ടറിക്കകത്താണ്. ആ ടെറിട്ടറിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് യേശുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി നമ്മളെ പ്രവേശിപ്പിച്ചു. ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒന്നാമതായിട്ട്, യു ആർ എ ബ്ലെസ്സഡ് പേഴ്സൺ. നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് തിരിച്ചറിയണം. ഞാൻ ഉദാഹരണം പറഞ്ഞ കാര്യം ഓർക്കണം. ഒരു വ്യക്തി അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞിട്ട് കർത്താവെ എന്നെ അമേരിക്കയിലേക്ക് വിടണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. അമേരിക്കയിൽ ആൾ വന്നു കഴിഞ്ഞപ്പം, നാട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അമേരിക്ക വന്നു കഴിഞ്ഞപ്പം അമേരിക്ക വന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയല്ല, അടുത്ത സ്റ്റെപ്പ് അവിടെ നിന്ന് എന്ത് ചെയ്യണം, അതാണ് അടുത്ത സ്റ്റെപ്പ്. എഫേസോസ് ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. ഇത് വലിയ രഹസ്യമാണ്. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചു എന്നല്ല പറഞ്ഞ്, അതിന് ഒരൊറ്റ പദമുണ്ട്, ക്രിസ്തു. ഹി ഈസ് ദ കീ. ക്രിസ്തുവിലാണ്
അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവില്ല സ്വയമേ ഉള്ള അനുഗ്രഹമല്ല. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. അതെന്തുകൊണ്ട് ആ ഒരു പദം, ക്രിസ്തു എന്ന പദം ഇമ്പോർട്ടൻ്റ് ആകുന്നത്? പഴയ നിയമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകൾ വിസ്താരമാക്കണമേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മുടെ ശാപങ്ങൾ ബ്രേക്ക് ആയിരിക്കുന്നു. ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. ക്രിസ്തുവിൽ നിത്യരക്ഷ ലഭിക്കുന്നു. ക്രിസ്തുവിൽ നീതീകരണം ലഭിക്കുന്നു. ഈ ഒറ്റപ്പദം ക്രിസ്തുവിലാണ് ഇത് മുഴുവൻ കണക്റ്റഡ് ആയിരിക്കുന്നത്. ഈ ഒരു റെവലേഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു അവകാശത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമ്മളൊരു മക്കൾക്കാണ് പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് അല്ലെങ്കിൽ പിതൃസ്വത്തിൻ്റെ അവകാശികൾ മക്കളാണ്, അല്ലേ? വീട്ടിൽ ജോലി ചെയ്യുന്ന ദാസന്മാർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് അവരെത്ര വർഷം ജോലി ചെയ്തവരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50 വർഷം ജോലി ചെയ്തതായിരിക്കും. മക്കൾക്ക് 10 വയസ്സോ 15 വയസ്സോ ഉള്ളൂ. ആർക്ക് അവകാശം? മക്കൾക്ക് അവകാശം. അവകാശം മക്കൾക്കാണ്. ആ അവകാശം ദൈവത്തിൻ്റെ അവകാശം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, നമ്മൾ ക്രിസ്തുവിൻ്റെ അവകാശികൾ, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും, heirs ഓഫ് ഗോഡ്. ഇൻഹെറിറ്റൻസ് ഉണ്ട് ദൈവത്തിൻ്റെ. ആ ഇൻഹെറിറ്റൻസ് നമ്മുടെ അവകാശമാണ്. അപ്പോൾ ആ അവകാശത്തിൻ്റെ പ്രാർത്ഥനയാണ് പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥന. അതിന് വലിപ്പമുണ്ട്, അതിന് വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിൻ്റെ കാരണം അതിന് ലീഗൽ സിഗ്നേച്ചർ ഒപ്പിട്ടിരിക്കുന്നത് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിലൂടെ, തൻ്റെ തിരുരക്തത്തിലൂടെയാണ്. ഭയങ്കര ഡീപ്പാണ് ആ സംഭവം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഈ ഫോക്കസ് മുഴുവനും ഈ ഹോളി മാസ്. ചിലർ ചോദിക്കും, പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള, വൈ യു ഗൈസ് ആർ ഫോക്കസിങ് ഓൺ ദിസ് ഹോളി കമ്മ്യൂണിയൻ, ഹോളി മാസ്? കാരണം അവിടെയാണ് പരിപാടി നടന്നിരിക്കുന്നത്. സാത്താൻ്റെ തല തകർത്തു, അവൻ്റെ അവകാശത്തെ ബ്രേക്ക് ചെയ്തു, ദൈവത്തിൻ്റെ അവകാശം നമുക്ക് കൈമാറി തന്നു. ആൻഡ് വി ബിക്കമിങ് സോ പവർഫുൾ ത്രൂ ക്രൈസ്റ്റ്. അതാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും. യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബലിയിലൂടെ നമ്മളെ നീതീകരിച്ചു. ക്രിസ്തുവിൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്നു. സ്വന്തം ഭൗതിക ശരീരത്തിൽ സഭയിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. കൊളോസസ് 1:13, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു. തൻ്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. അതായത് ഇപ്പോൾ ദൈവം എന്നെ കേൾക്കുന്ന ജോജോ ഇഗ്നേഷ്യസിനെ, ജാൻസി സണ്ണീനെ, ദീപ ചുണക്കരേനെ, അനീഷിനെ, രതീഷിനെ ഒക്കെ കാണുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെയാണ്. അതായത് എൻ്റെ ഒരു സുഹൃത്ത് അഭിലാഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് പണ്ട് പ്രാർത്ഥിക്കും ഇങ്ങനെ ഒരു ദർശനം കണ്ടു. അതായത് ഇന്ന് പിതാവാം ദൈവം നമ്മളെ നോക്കുന്നത് കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കണ്ണുകളിലൂടെ. അയാൾ കണ്ടൊരു ദർശനം, എൻ്റെ സുഹൃത്ത് അഭിലാഷ് പദർ കണ്ടൊരു ദർശനമാണ്. ആണിപ്പഴുതുള്ള കണ്ണുകളിലൂടെയാണ് നോക്കുന്നത്. ആണിപ്പഴുതിലൂടെയാണ് പിതാവാം ദൈവം മക്കളായ നമ്മളെ നോക്കുന്നത്. കർത്താവിൻ്റെ ആണിപ്പഴുതിനുള്ളിലൂടെ. അതായത് ആ ആണിപ്പഴുതിൻ്റെ രഹസ്യം എന്താ? നിനക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. സ്നേഹത്തിൻ്റെ അടയാളമായി അവിടുന്ന് ഇന്നും അത് കീപ്പ് ചെയ്തേക്കോ, നിന്നെ വീണ്ടെടുത്തതിൻ്റെ അടയാളമായിട്ട്. ഹല്ലേലൂയ. പിന്നെ ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അധരം തുറന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 17-ാം വാക്യം, നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അധരം തുറന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ മകനാ, മകളാ, ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാ, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാ, ദൈവത്തിൻ്റെ അവകാശി. ഇറ്റ്സ് ബീൻ റിട്ടൺ ലീഗലി, ദൈവത്തിൻ്റെ അവകാശി. നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ഒരിക്കലും ഒരു ഡിബേറ്റിൽ ഇങ്ങനെ വേറൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ ചോദിക്കുകയാണ്, ദൈവത്തിന് മകനും മകളും ഉണ്ടോ? യേശു ദൈവത്തിൻ്റെ മകനാണോ? ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണെന്നറിയോ? നമുക്ക് ആ പുത്ര പദവി നൽകി നമ്മളെ ആ ഹയർ പൊസിഷൻ മക്കളാക്കി ഉയർത്തുക. ദാസനും ദാസിയിൽ നിന്നും അതിൽ നിന്ന് മക്കളാക്കി ഉയർത്തുവാണ് യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബലി, പൂർത്തീകരണ പ്രവൃത്തി. ഇന്ന് നീ ഞാനും ദൈവത്തിൻ്റെ മകനും മകളുവാ. വി ഹാവ് ഗോട്ട് എ ഹയർ ഐഡന്റിറ്റി. മക്കൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകും. മക്കൾ വിലപ്പെട്ടവരാ, ദൈവത്തിൻ്റെ സ്വന്തം രക്തമാണ്.
അതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു 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 നമ്മുടെ ഏറ്റവും നമ്മൾ മുറുകെ പിടിക്കേണ്ട രഹസ്യം, ഇന്ന് നമ്മുടെ DNA പോലും നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ എത്രയോ തവണ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ചിട്ടുണ്ടല്ലേ. വി ബീൻ റിഡീംഡ്, വാഷ്ഡ് ആൻഡ് സാങ്ക്ടിഫൈഡ് ബൈ ദാറ്റ് ബ്ലഡ് ഓഫ് ജീസസ്. നമ്മളിലൂടെ ഒഴുകുന്ന നീതീകരിക്കപ്പെട്ട യേശുവിൻ്റെ രക്തമാണ്. ഇത് നമ്മൾ കൺഫസ് ചെയ്യണം. എല്ലാ ശാപങ്ങളിൽ നിന്നും കുരിശിൽ ബലി എനിക്ക് മോചനം നൽകി. ഇന്ന് ഈ കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ദിവസം ദാറ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, എന്താ ബോഡി ഓഫ് ക്രൈസ്റ്റ്? ആ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ മെസ്സേജ് എന്താ? ഇന്ന് യേശു പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. ആ രക്തത്തിലൂടെ നമ്മളെ ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നു, സാങ്ക്ടിഫൈ ചെയ്തു. മക്കളാക്കി തീർത്തു. മക്കളാക്കി തീർക്കല്ല, മക്കളെങ്കിൽ അവകാശികളാണ്. ഹല്ലേലൂയ. നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പൊ ദൈവത്തിന് ഇപ്പോൾ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് ദൈവം ഇനി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എഫേസോസ് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 2-ാം അധ്യായത്തിലെ 10-ാം വാക്യം, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം ദൈവത്തിന്റെ മക്കൾ ഈ ഭൂമിയിലായിരിക്കുന്നതിന്റെ ഉദ്ദേശം സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന പലപ്പോഴും, കർത്താവ് എനിക്ക് ഈ ഒരു നിയോഗമുണ്ട്, ഈ ഒരു വിഷയത്തിനായിട്ട് നീ എനിക്ക് വേണ്ടി ഇടപെടണം, പ്രവർത്തിക്കണം, അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കുക. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു വലിയ ദൈവം, അതിശക്തനായ സർവശക്തനായ ദൈവം നമ്മളെ മക്കളായി ഉയർത്തിയിരിക്കുകയാണ്. ആ ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ആ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നന്മകൾ ചെയ്യുക, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക, ദൈവവേലയിൽ അനേകരെ സപ്പോർട്ട് ചെയ്യുക, സാധുക്കളെ അനേകരെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ദൈവം അവസരങ്ങൾ നൽകുവാണ്. അവിടെയെല്ലാം നമുക്കുള്ളതിൽ നിന്ന്, ഇപ്പം ദൈവത്തിന് വേണമെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒരു മൾട്ടി ബില്യണറെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഓരോ മകനെയും മകളെ ഉപയോഗിച്ച് ദൈവത്തിന് ചില കാര്യങ്ങൾ ഈ ഭൂമി ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ, കർത്താവാണ് എൻ്റെ ഉപനിധി, എൻ്റെ സമൃദ്ധിയുടെ സോഴ്സ് എന്നുള്ള ഉറപ്പിൽ നമ്മുടെ ഈ 5 അപ്പവും നമ്മുടെ ചെറുതും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അതൊരു അത്ഭുതമായി തീരുകയാണ്. അന്ന് 5 അപ്പവും 2 മീനും ആ കൊച്ചിന് ആ കൊച്ചിന്റെ വീട്ടിൽ അമ്മയോ അപ്പനോ പൊതിഞ്ഞ് കെട്ടിക്കൊടുത്ത ഫുഡാ അത്. പക്ഷെ അത് യേശുവിന്റെ കയ്യിലോട്ട് കൊടുക്കുന്ന സമയത്ത് അതൊരു സൽപ്രവൃത്തി അല്ലേ? അത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുകയാണ്. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഈ ഒരു ഫോണിനകത്ത് കൂടെ ഞാൻ ഈ ഒരു വചന സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയാൻ മേല. പക്ഷെ ഈ ഒരു ടൈം, ഈ ഒരു സമയം വേറെ പല കാര്യത്തിന് എനിക്ക് വേർതിരിക്കാം. പക്ഷെ ഞാൻ ഇതിനു വേണ്ടി കർത്താവിൻ്റെ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കുക. അപ്പൊ ആ സമയത്തെ ദൈവം ഏറ്റെടുത്ത് ഇത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുന്നു. 2 കൊരിന്തോസ് 9-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ ഇപ്രകാരം കാണുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. ദൈവത്തിന് ഈ കഴിവുണ്ടെന്നൊന്ന് വിശ്വസിച്ചേ. ഇങ്ങനൊന്ന് വിശ്വസിച്ച്, ഇന്ന് എൻ്റെ ദൈവത്തിന് ഈ കഴിവുണ്ട്, എന്നെ സമൃദ്ധമായി പോറ്റാൻ, എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ. അധരം തുറന്ന് പറഞ്ഞ് എൻ്റെ ജോലി സ്ഥലത്തെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. എൻ്റെ ശുശ്രൂഷയിലെ സകല പ്രതിസന്ധികളും മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. എൻ്റെ ബിസിനസ്സിലെ സകല തടസ്സങ്ങൾ എടുത്തു മാറ്റുവാൻ എൻ്റെ ദൈവം കഴിവുറ്റവനാണ്. കർത്താവിൻ്റെ മാലാഖ അമ്മയോട് പറഞ്ഞു, ഈശോയുടെ അമ്മയാകുന്ന മംഗളവാർത്ത പറഞ്ഞ സമയത്ത് അമ്മ എന്നാ പറഞ്ഞേ? ഇതെങ്ങനെ സംഭവിക്കുന്നു ഓർത്ത് ഭാരപ്പെടുമായിരുന്നു? അല്ല, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. സോ ഡിക്ലെയർ ദാറ്റ്. ഇന്ന് നമ്മൾ അധരം തുറന്ന് നിന്ന് ഡിക്ലെയർ ചെയ്ത്, എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സോ ഹി നോസ് വാട്ട് യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് അപ്പനറിയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാൻ. അപ്പം അവിടെ ഈ ഒരു ദൈവത്തിന്റെ പവറിലൂടെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടും. ചില സംഭവങ്ങൾ സൃഷ്ടിക്കപ്പെടും. നമ്മുടെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുമ്പോൾ ചില ജോലി മേഖലകൾ, ചില തലങ്ങൾ ദൈവം സൃഷ്ടിച്ചു തരും. ചില അത്ഭുതങ്ങളെ ദൈവം സൃഷ്ടിക്കും ഈ ഭൂമിയിൽ.
ചില കാര്യങ്ങൾ ദൈവം പെൻഡിങ് ആക്കും. അതിൻ്റെയൊക്കെ കാരണം ഗോഡ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻസ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും. സൽകൃത്യങ്ങൾ അപ്പം നമ്മുടെ ഹൃദയത്തിന് ആഗ്രഹം മാത്രമാണ് ദൈവം നോക്കും. നമ്മുടെ ഹൃദയം സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം ഉള്ളിലുള്ളൊരു വ്യക്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൽ അഭിഷേകത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സൂപ്പർ നാച്ചുറലി മിറക്കിൾസ് വിൽ ഫോളോ യുവർ ലൈഫ്. ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. ഈ ദൈവം നിനക്കായി ഒരുപാട് കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ബിലീവ് ഇൻ ദാറ്റ് ഡേ. ഇന്നത് വിശ്വസിക്കുക. എന്നും ഒരു വീഡിയോയിൽ പറഞ്ഞു, സങ്കീർത്തനം 46:1, ദൈവം നമ്മുടെ വെരി പ്രസന്റ് ഹെൽപ്പാണ്. ഈ സെക്കൻഡിൽ, ഈ നിമിഷം നമ്മളെ സഹായിക്കുവാൻ അവിടുന്ന് സന്നദ്ധനാണ്, സർവശക്തനാണ്, പവർഫുള്ളാണ്. സന്നദ്ധനാണ്, സർവശക്തനാണ്, പവർഫുള്ളാണ്. ഹീസ് പവർഫുൾ എനഫ് ആൻഡ് ഹീസ് വില്ലിങ്. ദൈവം വില്ലിങ് ആണ്. നമ്മളെ സഹായിക്കാൻ ദൈവം വില്ലിങ് ആണ്. വിശ്വസിക്കുക, എന്നെ എൻ്റെ ദൈവം സഹായിക്കും. 1 കൊരിന്ത്യർ 2:9 നമ്മൾ ആദ്യം കേട്ട വചനം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ, അതായത് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഈ കല്യാണ സംബന്ധമായ കാര്യത്തുമായിട്ട്, അതായത് ഒരു വ്യക്തി ഇന്ന് കൂട്ടായ്മയിൽ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കർത്താവിനെ എടുത്ത് കാണിക്കുന്നത്, നിങ്ങൾക്ക് ആരെയാണ് പിക്ക് ചെയ്യണം അത് നിങ്ങളിങ്ങനെ വറി ചെയ്യുകയാണ്. കുറേ പ്രൊഫൈൽസ് പല ആൾക്കാരും വന്ന് പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളിക്ക് നന്ദി. ദൈവം ഇപ്പം ഒരു കോഴ്സ് പിക്ക് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാളുടെ അമ്മയായിരിക്കും, അല്ല പേരൻറ്റിൽ ഒരാളായിരിക്കും ജോയിൻ ചെയ്തേക്കുന്നത്. കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ കുഞ്ഞ് ദൈവം ഒരുക്കിയ ജീവിതാന്തസ്സിനായി, സജ്ജീകരിച്ചിരിക്കുന്ന ജീവിതാന്തസ്സിനായി ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരടയാളം ഈശോ കാണിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾക്ക് വീട്ടിൽ തലവേദനയുള്ളവരാണ് നിങ്ങൾ. അതിൽ കർത്താവ് ഇന്ന് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ റിസീവ് ചെയ്യുക. ഈശോയുടെ സഹായം നിനക്കായിട്ട് കടന്നു വരും. അതുപോലെ ഇന്ന് രാവിലെ 8:20 എന്നോട് ഈശോ ഒരു മെസ്സേജ് കർത്താവ് എനിക്ക് പങ്കുവെച്ച് തന്നായിരുന്നു. അതുകൊണ്ട് ഇന്ന് ലൈവിൽ വൈകുന്നേരം ഈ ഒരു ടൈമിൽ വരണമെന്ന് ഈശോ ശക്തമായൊരു നിർദ്ദേശം തന്നു. ഞാൻ എപ്പോഴും അങ്ങനെ ലൈവിൽ വരാറില്ല. കർത്താവ് ചില സമയത്ത് ഇങ്ങനെ മെസ്സേജ് തരുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ആരോപണ വിധേയരായ ഒരു വ്യക്തി, നിങ്ങൾക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയതാണ്, പക്ഷെ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളെ അതങ്ങ് തകർത്ത് കളയുന്നു. ആരോപണങ്ങൾ, ഒരുപാട് എന്തോ ഒരു കാര്യം, ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ നിങ്ങൾ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നു. ഈവൻ ജീവിതം പോലും അവസാനിപ്പിച്ചാലോ അല്ലെങ്കിൽ പല ചിന്തകൾ കാരണം നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് ഇന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്കുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സങ്കീർത്തനം 46:1. ഈ ടൈം നിങ്ങൾ നോട്ട് ചെയ്യുക. God is our refuge and strength. He is our very present help in trouble. യൂട്ടേൺ അടിക്കുന്ന പോലെ ദൈവപ്രവർത്തി അനുകൂലമായിട്ട് നമ്മുടെ നടുവിൽ വെളിപ്പെടും. ദൈവ മഹത്വം ഇറങ്ങി പ്രവർത്തിക്കും. നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. നിരാശപ്പെട്ടു പോകും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അല്ലേ? ഭാരപ്പെട്ടു പോകും, സ്വാഭാവികമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? നമ്മൾ നമ്മുടെ ഭാരത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുമ്പോഴാണ്. യു ഹാവ് ടു റിമൈൻ സൈലന്റ്. സാത്താൻ്റെ മേൽ വിജയം ദൈവം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞാൽ വിജയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ചില ഒരു പ്രധാനപ്പെട്ട കാര്യം ഈശോനെ മനസ്സിലാക്കി തന്നൊരു കാര്യമുണ്ട്. അതായത് ചില സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ തോന്നും, ചില വ്യക്തികൾക്കെതിരെ പറയാൻ തോന്നും. പക്ഷെ അവിടെ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കർത്താവ് അവിടെ ഇടപെടും, കർത്താവ് പ്രവർത്തിക്കും. ഇപ്പം സാത്താൻ പല വ്യക്തികളെ ഉപയോഗിച്ച് നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ നോക്കുമ്പോൾ നമുക്ക് പറയാൻ തോന്നും, പ്രതികരിക്കാൻ തോന്നും, നമുക്ക് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ തോന്നും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം പറയുന്നത്, നീ ഫൈറ്റ് ചെയ്തോ, ദൈവത്തിൻ്റെ മകനല്ലേ മകളല്ലേ നമ്മൾ, ദൈവം നമുക്ക് ഫ്രീഡം തന്നിട്ടുള്ളൂ, നീ ഫൈറ്റ് ചെയ്തോടാന്ന്. എന്നാൽ നമ്മൾ താൽക്കാലികമായ ചില അസ്വസ്ഥതകളും നാണക്കേടൊക്കെ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും മിണ്ടാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഫാദർ വിൽ സ്റ്റെപ്പ് ഇൻ. ദൈവം ഇറങ്ങും.
ദൈവം കളത്തിൽ വരും. ആ ഇടപെടൽ നമ്മൾ അനുഭവിക്കണം. ദൈവം കളത്തിലിറങ്ങി നമുക്ക് വേണ്ടി അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ആൻഡ് യു വിൽ സീ ദാറ്റ്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരൊന്നും ഒരിക്കലും ഒരു സ്ഥലത്തും അവരെ ഡിഫെൻഡ് ചെയ്യാറില്ല. അല്ലെങ്കിൽ സുവിശേഷത്തെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ അവരെ തന്നെയോ അല്ലെങ്കിൽ അവർ തെളിയിക്കാനല്ല ശ്രമിക്കുന്നത്. ഇന്ന് ഒരുപാട് മനുഷ്യർ അങ്ങനെയുണ്ട്, മതങ്ങളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ട് തെളിയിക്കാനൊക്കെ അല്ലെങ്കിൽ നിരീശ്വരവാദികളൊക്കെ ആയിട്ട് ഇടപെട്ട് തെളിയിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അപ്പസ്തോലന്മാർ അങ്ങനെ ചെയ്യുന്നില്ല. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കർത്താവിന് സാക്ഷിയാകുക എന്നുള്ളത്. കർത്താവിനെ വചനം പ്രസംഗിച്ച് കർത്താവിന് ആ സ്പേസ് വിട്ടുകൊടുത്തേക്കുവാണ്. God will defend you. God is our refuge and strength. ഞാനിപ്പോൾ ഈ വചനം പറയുമ്പോൾ എൻ്റെ ഉറപ്പ് യേശുവാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ഉറപ്പ് ആരാ? ഇന്നും ജീവിക്കുന്നവനായ യേശുവാണ്. മനുഷ്യൻ പലപ്പോഴും ആ ബ്രദർ പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ, ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യം നടക്കും. ഇന്ന് പുതിയ നിയമം നമുക്കൊരു ഉറപ്പ് നൽകുവാണ്. ദൈവം നിന്നെ മകനായി മകളായി തീർത്തിരിക്കുന്നു. യു ആർ ഹിസ് സൺ. അതും വെറുതെ അല്ല നീ മകനും മകളുമായത്. നിന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ഒരു കോർപ്പസ് ക്രിസ്റ്റി, കർത്താവിൻ്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും സീക്രഡ് ആയിട്ടുള്ള ഈ ഒരു ദിവസം, എല്ലാ ദിവസവും സീക്രഡാണ്. എന്നാൽ ഈ ഒരു സ്പെഷ്യൽ ഫീസ്റ്റ് ഡേയിൽ നമ്മൾ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് ഇത്രമാത്രം വലിയ സഹനം യേശു ഏറ്റെടുത്തത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടാന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു സ്ക്രിപ്ചറുണ്ട്, യോഹന്നാൻ 3:16. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. ഹി ഗേവ്. ദൈവം നമ്മളെല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നത് നിമിത്തം തൻ്റെ പുത്രനെ നമുക്കായി നൽകി. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മകനെയോ മകളെയോ സാക്രിഫൈസ് ചെയ്യൂ? നമ്മൾ പറയുമോ ദൈവമല്ലേ, ദൈവത്തിന് സാക്രിഫൈസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ. ദൈവമാണ്. എന്നാൽ അവനോടുകൂടെ ദൈവം സൃഷ്ടിച്ചാൽ ദൈവത്തോടൊപ്പം നമ്മൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സമസ്തവും അവനിലൂടെ ഉളവായി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പം നിന്നോടുള്ള സ്നേഹം നിമിത്തമാണ് ദൈവം സ്വന്തം പുത്രനെ നമുക്കായിട്ട് നൽകിയത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സൃഷ്ടിക്കപ്പെടാത്തവനാണ്, ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നവൻ. ആ വചനമാകുന്നവൻ മാംസം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ യേശുവിനെ, ദൈവം സ്വന്തം പുത്രനെ നമുക്കായിട്ട് സാക്രിഫൈസ് ചെയ്ത് നൽകുവാണ്. അപ്പൊ ആ സാക്രിഫൈസിന്റെ വിലയെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ സാക്രിഫൈസിനകത്ത് ഡെലിവറൻസ് മുഴുവനും ഉണ്ടെന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. അപ്പൊ സാക്രിഫൈസിന്റെ അകത്ത് കംപ്ലീറ്റ് ഡെലിവറൻസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിന്റെ വലിപ്പത്തെ നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവനും അത് മനസ്സിലാക്കി തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കടലിന്റെ അടിയിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ വലിയ വലിയ സംഭവങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ക്രൂശിൽ സംഭവിച്ചതിന്റെ രഹസ്യത്തെ അത് നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ തിരഞ്ഞാലും നമുക്ക് മനസ്സിലാകാൻ അപ്പുറമാണ്. ഇറ്റേണിറ്റി ചെന്നാലും നമുക്ക് വീണ്ടും മനസ്സിലാകാനുള്ളത്. ആ രഹസ്യത്തിനകത്താണ് മുഴുവനും അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ സഭ വിളിക്കുകയാണ്, കർത്താവിന് അപ്പോസ്തലന്മാർ വിളിക്കുകയാണ്, ഇതൊന്ന് തിരഞ്ഞ്. അതായത് യേശുക്രിസ്തുവിന്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കോർപ്പസ് ക്രിസ്റ്റിക്കകത്ത്, അതായത് ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിനക്കുള്ള ഐഡന്റിറ്റിയെ മനസ്സിലാക്കി ഇന്നു മുതൽ ഈ തിരുനാൾ ദിവസം, ഈ കോർപ്പസ് ക്രിസ്റ്റി, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഹോളി കമ്മ്യൂണിയൻ, ഈ ഒരു സോളം, ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇന്നു മുതൽ ഒന്ന് തിരഞ്ഞ് അതിനകത്ത് നിനക്കായി സജ്ജീകരിച്ചിരിക്കുന്നവയുണ്ട്. ദൈവം നിനക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കണ്ടിട്ടില്ല. ഈ ഡൈമെൻഷൻ മാറുക, അവിടെ മുതലാണ് ഡൈമെൻഷൻ മാറിയേക്കുന്നത്. യേശുവിൻ്റെ ഈ ഒരു തലം മുതൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഡൈമെൻഷനെ ദൈവം
റീഡിഫൈൻ ചെയ്യുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഹെവനുമായിട്ട് നമുക്കിപ്പോൾ ഒരു ഭയങ്കര കണക്ഷൻ വന്നേക്കും. പഴയ നിയമത്തിലെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ, എന്നെ അനുഗ്രഹിക്കണം. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അവിടെ വലിയൊരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യുക, ദാസനും പിതാവും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മക്കളാക്കി ദത്തെടുത്തു, മക്കളാക്കി. എഫെസോസ് ലേഖനത്തിൽ ദത്തെടുത്തു എന്നാണ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുത്തു, ദത്തെടുത്തു, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി, സ്വന്തം ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു, അന്ധകാരത്തിന് ആധിപത്യത്തിൽ മോചിപ്പിച്ചു, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ആക്കി തീർത്തു, സ്വർഗീയ പൗരത്വം നൽകി. ഇതൊക്കെയാണ് പൗലോസിലേക്ക് എഴുതി വെച്ചേക്കുന്നത്. എഫെസോസ് ലേഖനത്തിലും കൊളോസസ് ലേഖനത്തിലും 2 കാര്യം കൂടെ പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഓൾറെഡി ഇരുത്തിയേക്കും എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിക്കും, സ്വർഗത്തിൽ ഓൾറെഡി ഇരുത്തപ്പെട്ടിരിക്കുന്നു. എഫെസോസിലുള്ളവരോട് പറയാം, നിങ്ങളെ ഓൾറെഡി സ്വർഗത്തിൽ ഇരുത്തിയേക്കും കേട്ടോ. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം. ഇപ്പം നിങ്ങളുടെ ഉള്ളിലോട്ടാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്. നിങ്ങൾ പറയുന്നതാണ് ദൈവത്തിന്റെ ശബ്ദമായി ഈ ഭൂമിയെ കേൾക്കാൻ പോകുന്നത്. പൗലോസിനെ എഴുതി വെച്ചേക്കും ഇതല്ല. എന്നിട്ട് പറയും, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇന്നൊരാവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ സ്രോതസ് നമ്മുടെ ഭവനത്തിലേക്ക് ആത്മാവിന്റെ ശക്തിയിലൂടെ ഇറങ്ങി വെളിപ്പെടുന്നു, വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ജസ്റ്റ് ബിലീവ്, വിശ്വസിക്കുക. ദൈവം അനുകൂലമായിട്ടുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഏറ്റവും വലിയ പ്രത്യാശ എന്താ? എൻ്റെ അപ്പൻ, എൻ്റെ ദൈവം, എൻ്റെ യേശു ഇന്നും ജീവനോടുകൂടിയുണ്ട്. അവൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ പ്രത്യാശിക്കുന്നവ ലഭിച്ചു കഴിഞ്ഞു. ഹീ ഈസ് ഇൻ ചാർജ്. ഹീ ഈസ് ഡീലിംഗ് വിത്ത് ദാറ്റ് സിറ്റുവേഷൻ. നമ്മൾ ഭൗതികമായിട്ട് അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നതാണ് നമ്മൾ ലഭിക്കുന്ന കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുക. ഏറ്റവും വലിയ ഉറപ്പെന്നാ? നിത്യതയിൽ നമ്മളെ കാണുന്നവൻ, നമ്മളെ കാത്ത് സംരക്ഷിക്കുന്ന, നിത്യതയോളം നമ്മളെ സംരക്ഷിക്കുന്നവൻ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനം ഉള്ളിൽ വരുവാണ്. ചിലപ്പോൾ നമുക്കൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലോട്ട് ഈ സമാധാനം വരുമ്പോൾ അതിൻ്റെ അടയാളം ഗോഡ് ഈസ് ഇൻ ചാർജ്. ദൈവം അത് ഏറ്റെടുത്തു. നമ്മൾ ഏതെങ്കിലും ഒരു ചെടി കുഴിച്ചു വെച്ചിട്ട് നമ്മൾ അത് കിളിർക്കുന്നുണ്ടോ വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അത് പറിച്ച് ഇങ്ങനെ വേര് പൊക്കി നോക്കുകയില്ല, അല്ലേ? നമ്മൾ വാട്ടർ ചെയ്യും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇറക്കി വെച്ചൊരു വിഷയത്തിനകത്ത് ദൈവം ഇടപെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അത് നടന്നതിനായി നന്ദി പറയുക. അത്ഭുതം സംഭവിച്ചതിനായി നന്ദി, അത്ഭുതത്തിനായി നന്ദി. പിന്നെ റൂട്ട് തപ്പിപ്പോകണ്ട. നമ്മുടെ മനോഭാവത്തെ ദൈവം മാറ്റുകയാണ്. യു ആർ വെരി പവർഫുൾ. യു ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. അപ്പം പലരും പറയും, നിനക്കെതിരെ അത് എഴുതിയിട്ടുണ്ട്, നിനക്കെതിരെ അങ്ങനെ സംഭവിക്കുന്നു, അവർ പറയുന്നുണ്ട്, ഇവർ പറയുന്നുണ്ട്. നീ ദൈവത്തിൻ്റെ വചനം എന്താണ് നിന്നെ നോക്കി പറയുന്നതെന്ന് വിശ്വസിക്കുക. എഴുതപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പറയണം, എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത്, എൻ്റെ ദൈവം എനിക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായ നന്മകൾ, അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, അഭിഷേകം, സ്രോതസ്സുകൾ എല്ലാം ദൈവം എനിക്കായി ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് അനുകൂലമായിട്ടുണ്ട്. ആൻഡ് ഹീ വിൽ സപ്ലൈ ഓൾ മൈ നീഡ്സ്. ഇത് നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു റിലീഫാണ്, അല്ലേ? വചനത്തിൽ എഴുതിയിരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു റിലീഫ്. ഇത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അപ്പായെന്ന് വിളിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. ആൻഡ് ഹീ വിൽ സപ്ലൈ, ഹീ വിൽ പ്രൊവൈഡ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ടേസ്റ്റ് ആൻഡ് സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. ടേസ്റ്റ് ആൻഡ് സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. ഈ ഒരു ഫ്രീഡം ഹോളി സ്പിരിറ്റിന്റെ ഫ്രീഡം, ആ ഒരു ഫ്രീഡത്തിൻ്റെ ഉള്ളിലേക്കാണ്, ആ ഒരു ഫ്രീഡമുള്ള ലൈഫിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ഫ്രീഡം, ആ ഒരു ഫ്രീഡമുള്ള ലൈഫ്. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 22:17 നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഇപ്പം നിങ്ങൾ ഇതിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ബ്രദറെ ഇതൊക്കെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എനിക്ക് സംഭവിക്കുമോ? അബ്രാഹാം വലിയ ശൂന്യതയിൽ നിൽക്കുമ്പോൾ ദൈവം അബ്രാഹത്തോട് കൊടുത്ത വാഗ്ദത്തമാണിത്. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ ഞാൻ വർദ്ധിപ്പിക്കും. അപ്പം ശൂന്യത നിൽക്കുമ്പോൾ ഇത്രയും വലിയൊരു പ്രോമിസ് കിട്ടുമ്പോൾ
ഇത് എന്തൊരു വലിയ പ്രോമിസാണ്. ചിലപ്പോൾ ഇതിനു മുമ്പ് കേട്ട വചനം നിങ്ങൾ ചിലരെങ്കിലും ഓർത്തിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായ കാര്യം എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം നീ ഒരുക്കിയിട്ടുണ്ടോ. അതൊക്കെ എവിടെയാന്നേ? അബ്രാഹത്തിന് വേണേൽ അങ്ങനെ ചിന്തിച്ചു പോവാം. പക്ഷെ അബ്രാഹത്തെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട് സാറ പ്രായാധികം കവിഞ്ഞിട്ടും അവൾ ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ സ്വീകരിച്ചു. കണ്ടോ, ആ ശക്തിയെ സ്വീകരിച്ചു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. 80-90 വയസ്സാകുന്ന ആർക്കെങ്കിലും പ്രഗ്നന്റ് ആകാൻ പറ്റും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷെ അതിന് വേണ്ട ശക്തിയെ, ആ പവറിനെ സ്വീകരിച്ചു എന്ന് പറയുന്നത് വചനത്തെ അങ്ങനെ കാണുന്നത്. അതിന് വേണ്ട പവറിനെ സ്വീകരിച്ചു. പണ്ട് നമ്മുടെ സൈദർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവര് ഇവിടെ കാട്ടാക്കടയിൽ ഒരു ശുശ്രൂഷയിൽ ഒരു കൺവെൻഷൻ നടക്കുവാണ്. അത് 2014-ലോ 15-ലോ ആണെന്ന് തോന്നുന്നു. കൺവെൻഷൻ 10,000-കണക്കിന് മനുഷ്യരുടെ ശുശ്രൂഷയാണ്. വലിയ വലിയ കൺവെൻഷനാണ്. കാട്ടാക്കട CSI മൈതാനത്ത് നടക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു മെസ്സേജ് കൊടുത്തു, കുഞ്ഞുങ്ങളില്ലാത്തവർ കൈ ഉയർത്തി വെക്കാം, കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് കൈ ഉയർത്തി. അവിടെ ഒരു 55-58 വയസ്സുള്ള ഒരു അമ്മച്ചിക്ക് ഒരു പ്രതീക്ഷയില്ല. അമ്മച്ചി വെറുതെ കൈ ഉയർത്തി. അടുത്ത വർഷം അവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ അമ്മച്ചി ഇരട്ടക്കുട്ടികളുമായിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടി വരുവാണ്. അപ്പൊ അന്ന് ഈ ഒരു വചനത്തിന്റെ ശക്തിയെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. വചനത്തിന്റെ ശക്തിയുടെ ഇത് നമ്മൾ മിറക്കിൾ എന്നുള്ളത് കർത്താവ് ചെയ്യുന്നൊരു കാര്യം. അത് കർത്താവിന് വിട്ടുകൊടുത്തേക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം വിശ്വസിക്കുക. ആൻഡ് ഗോഡ് ഡസ് തിങ്സ് ഇൻ ദ പെർഫെക്റ്റ് ടൈം. ആ അമ്മച്ചിക്ക് 55 അല്ലെങ്കിൽ 58-ാമത്തെ വയസ്സിലാണ്. മനുഷ്യബുദ്ധിക്ക് അത് നടക്കത്തില്ല. 2004 ഞാനൊരു മിറക്കിള്, ഒരു ചേച്ചിയുടെ ഒരു മിറക്കിൾ, അവരുടെ വാട്ട് വാസ് ദാറ്റ്, ഒരു ക്രിയേറ്റഡ് മിറക്കിളാണ്. അതിന് കറക്റ്റ് ആ ഒരു മെഡിക്കൽ ടൈം എൻ്റെ മനസ്സിൽ ഇപ്പം വരുന്നില്ല. അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട സാധനമാണെങ്കിൽ ദൈവം അത് ക്രിയേറ്റ് ചെയ്ത് നൽകും. ഇല്ലാത്ത സംഭവത്തെ സൃഷ്ടിക്കും. അതാണ് നമ്മുടെ ദൈവം. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. He's able to do that. He's able to do that. ഇന്ന് ഈ കൂട്ടായ്മയുള്ള ഏതൊരു വ്യക്തിക്ക് വേണ്ടി ഒരു മെസ്സേജ് വരുന്നു. He's able to do it for you. He's able to do it for you. ബട്ട് നമ്മുടെ റിപ്പോർട്ടുകളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് മാറി ദൈവം എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം എനിക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ ഇതാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. കണ്ടോ, ദൈവത്തിന് നിഗൂഢ രഹസ്യങ്ങൾ കണ്ടെത്തുവാണ്. നിഗൂഢ രഹസ്യമാണ്. ഗോഡ്സ് ഡിസയർ ഫോർ യു ആൻഡ് മീ ഈസ് ടു ബി ബ്ലെസ്ഡ്. അതുകൊണ്ടാണ് അബ്രാഹത്തിന് കൊടുത്ത ഈ പ്രോമിസ്, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അതിന്ന് നമുക്കുമായിട്ട് ദൈവം പ്രോമിസായിട്ട് തന്നേക്കുക. നീ വചനത്തിൽ റിസീവ് ചെയ്തേ. ഉൽപ്പത്തി 22:17, ലോർഡ് സെഡ് ടു മീ ദാറ്റ് ഹി വിൽ ബ്ലസ് മീ. ദൈവം എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവം എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അതിനെ തുറന്ന് പറഞ്ഞേ, സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. ഇത് വിശ്വസിച്ചാൽ ആ സമൃദ്ധി അവിടെ വെളിപ്പെടും. ഇത് വിശ്വസിച്ചാൽ ആ സമൃദ്ധി അവിടെ വെളിപ്പെട്ടിരിക്കും. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, സമൃദ്ധി നൽകുന്നവനാണ്. അത് വിശ്വസിച്ചാൽ ആ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും. ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം സദാ എന്ന് വെച്ചാൽ എന്താ, എല്ലായ്പ്പോഴും സമൃദ്ധമായി ഉണ്ടാകുവാൻ. മനുഷ്യർ പറയും കുറച്ച് നാൾ കാണും പിന്നെ ഇല്ല, അങ്ങനെയല്ല. ദാറ്റ് പ്രൊവിഷൻ, ദാറ്റ് ബ്ലെസ്സിങ് will continue. It is ongoing, never ending. It flows without any hindrances. ആ ഹിൻഡ്രൻസുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ, ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവ് ഹിൻഡ്രൻസ് ഒക്കെ എടുത്തു വരും. നമ്മളിങ്ങനെ ഈ പൈപ്പിനകത്ത് എന്തെങ്കിലും ഈ ക്ലോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടഞ്ഞു കഴിയുമ്പോൾ നമ്മളത് പൈപ്പ് ക്ലീൻ ചെയ്ത് കഴിയുമ്പം വെള്ളം ശക്തമായിട്ട് ഒഴുകുന്ന പോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹത്തിൻ്റെ ഇടയിലോട്ട് ചിലപ്പം ചില
പിശാചില കുശുമ്പുള്ള ആൾക്കാരെ ആയിരിക്കും, ചില ദുഷ്ടാരൂപി പൊസസ്ഡായ ആൾക്കാരെ ആയിരിക്കും. പല രീതിയിൽ ആ ഒരു ഫ്ലോ ഓഫ് ബ്ലെസ്സിങ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം ഒരു ഡാം തുറന്നു വിടുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തുറന്നു വിട്ട് അങ്ങനെയുള്ള എതിർത്തായിട്ട് നിൽക്കുന്ന സകല സംഭവത്തെ ഇന്ന് ദൈവം തുടച്ചു മാറ്റുവാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും, കുറച്ച് ചെയ്യാനല്ല, ധാരാളമായി സൽകൃത്യങ്ങൾ ചെയ്യണമെങ്കിൽ ധാരാളമായി നമ്മുടെ കൈകളിൽ വരണം. അങ്ങനെ ധാരാളമായി സൽകൃത്യങ്ങൾ ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. ജസ്റ്റ് ബിലീവ്. ഇന്ന് വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിന് ഇത് സാധ്യമാണ്. എൻ്റെ ദൈവത്തിന് എന്നെ സമൃദ്ധിയിൽ, എന്നെ സമ്പന്നനാക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഹി ഈസ് ഏബിൾ ടു യൂസ് മീ ടു ബ്ലസ് സോ മെനി പീപ്പിൾ. എൻ്റെ കരം അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. നിയമാവർത്തന 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അത് നിയമാവർത്തന 2-ാം അധ്യായം 7-ാം വാക്യം. നിയമാവർത്തന 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതൊരു അനോയിറ്റിംഗ് ആണ്, ഒരു പവറാണ്, ഒരു ബ്ലെസ്സിങ്ങിൻ്റെ പവറാണ്. അപ്പം ആ പവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ മേഖല ബ്ലസ്ഡായി. അനോയിറ്റിംഗ് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. കർത്താവിൻ്റെ അഭിഷേകമാണ്, അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. അത് എന്ത് കാര്യത്തിനകത്ത് അങ്ങനെ ഒരു അനോയിറ്റിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കുക്കിങ്ങിനാണെങ്കിൽ അങ്ങനെ ഒരു അനോയിറ്റിംഗ് ഉണ്ട്, ക്ലീനിങ്ങിനാണെങ്കിൽ അങ്ങനെ ഒരു അനോയിറ്റിംഗ് ഉണ്ട്. ചില വ്യക്തികൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്. ആ ഒരു അനോയിറ്റിംഗ് ആണ്, കർത്താവിൻ്റെ ഒരു അഭിഷേകമാണ്. കുക്കിങ്ങിന് അങ്ങനെ ഒരു അനോയിറ്റിംഗ് ഉണ്ട്, പഠിപ്പിക്കുന്ന ടീച്ചിങ്ങിന് അങ്ങനെ അനോയിറ്റിംഗ് ഉണ്ട്. ചില ആൾക്കാർ നേഴ്സാകാൻ വേണ്ടി പോകും, പക്ഷെ അവർക്കത് താല്പര്യമില്ല. പക്ഷെ ഒരു അനോയിറ്റിംഗ് കിട്ടിയ നേഴ്സ് ശുശ്രൂഷിക്കുന്നതിന് വ്യത്യാസമാണ്. അവർ വരുമ്പം തന്നെ എൻറ്റയർ അറ്റ്മോസ്ഫിയർ മാറും, ആ ഒരു റൂമിലെ എനർജി മാറും. രോഗികൾക്ക് ഭയങ്കര ഒരു പരിചരണം കിട്ടുകയാണ്, ആ ഒരു സ്നേഹം കിട്ടുകയാണ്. അതാണ് നേഴ്സിംഗ്. അല്ലെങ്കിൽ കെയറായിട്ട്, ഏത് ജോലിക്കും, ഡ്രൈവറായിട്ട്, ദർ ഇസ് ആൻ അനോയിറ്റിംഗ് ഫ്രം ലോഡ് ഫോർ ദാറ്റ്. ശരിക്കും എൻജോയ് ചെയ്യുക വ്യക്തികൾ. അവർക്കത് ഒരു സൽകൃത്യങ്ങൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര സന്തോഷം. ഡോക്ടറായിട്ട്, നേഴ്സായിട്ട്, ഡ്രൈവറായിട്ട്, ക്ലീനറായിട്ട് എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന കുറേ ഒരു വ്യക്തിയുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ക്ലീനർ. അവർ എൻജോയ് ചെയ്യുവാണ്. അതൊരു അഭിഷേകമാണ്, കർത്താവിന് ലഭിക്കുന്ന അഭിഷേകമാണ്. അപ്പോൾ അവരുടെ ഹൃദയം സന്തോഷിക്കുവാണ് അവരെ ജോലി ചെയ്യുമ്പോഴത്തേക്ക്. അതാണ് ഫേവർ, അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നമ്മൾ ആർക്കാണ്ടോ വേണ്ടി എന്തോ വേണ്ടിയൊക്കെ ചെയ്ത് കുറച്ച് കാശുണ്ടാക്കാം, നേഴ്സായിട്ട് അവിടെ പോവാം, അല്ലെങ്കിൽ കെയറായിട്ട് ഇവിടെ പോവാം, നമുക്ക് ആ രീതിയിലോട്ട് ഡയറക്ഷൻ പോവുകയാണ്. കർത്താവ് ആഗ്രഹിക്കുകയാണ്, ഗോഡ് ഹാസ് സംതിങ് ഹയർ ഫോർ യു, വേർ യു വിൽ എൻജോയ് യുവർ വർക്ക്, യു വിൽ റിസീവ് ദ ബെനിഫിറ്റ് ഓഫ് ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്. അത് എൻജോയ് ചെയ്യുവാനും, അത് മാത്രമല്ല നിങ്ങൾ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും പറ്റും. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവിൻ്റെ അഭിഷേകമായിട്ട് ഒരു വ്യക്തി, ഈ ഒരു അനോയിറ്റിങ്ങൾ നിങ്ങളൊരു ബിസിനസ് ചെയ്താൽ നിങ്ങളുടെ കടയിലേക്ക് ആൾക്കാർ വരും. സങ്കീർത്തനം 23, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ദൈവം നിനക്ക് സൂപ്പർ നാച്ചുറലായിട്ട് ഷിഫ്റ്റുകൾ, ജോലികൾ, പ്രൊവിഷൻസ് എല്ലാം ഒരുക്കി നൽകും. ഇന്ന് ഈ വചനത്തെ നമുക്ക് റിസീവ് ചെയ്യാം, ഈ വചനത്തെ നമുക്ക് സ്വീകരിക്കാം. ഇന്ന് കേട്ട എല്ലാ വചനങ്ങളും, എഫേസോസ് ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, 1 കൊരിന്തോസ് 2-ാം അധ്യായം 9-ാം വാക്യം, സങ്കീർത്തനം 39:19 നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എത്രയോ വിപുലമാണ്, എത്രയോ ബിഗ്ഗറാണ് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ. സങ്കീർത്തനം 31-19 വചനത്തിന്റെ ശക്തി ഓരോ ഭവനങ്ങളിലും വെളിപ്പെടട്ടെ. സങ്കീർത്തനം 46:1 വചനത്തിന്റെ അഭിഷേകം ഇന്നെല്ലാ ദൈവജനത്തെയും സ്പർശിക്കുവാനിടയാകട്ടെ. യേശുവേ, യേശുവേ, ഞങ്ങളെല്ലാവരും, മക്കളായ ഞങ്ങൾ ഒരു കുടുംബമായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഈ സമയം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ ഒരു പ്രയറിനായിട്ട് തന്ന ഈ ഒരു സമയത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി പറയും. പിതാവെ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണേ. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹങ്ങളും നന്മകളും കൂടുതൽ അനുഭവിക്കുവാൻ, കൂടുതൽ 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 ആ ഒരു പ്രൊവിഷൻസ് അവിടുന്ന് സപ്ലൈ ചെയ്യുന്ന എല്ലാ നന്മകൾക്കുമായിട്ട് നന്ദി പറയും. നമുക്ക് ലഭിച്ച സകലത്തിനുമായിട്ട് നമുക്ക് നന്ദി പറയാം. അത് വർദ്ധിക്കുവാനിടയായിത്തീരും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, 5 അപ്പം കൊണ്ട് 10,000 പോഷിപ്പിച്ചവൻ,
നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ആ പിതാവിൻ്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിക്കട്ടെ. ആ പുത്രൻ്റെ കൃപ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മളെ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് രക്ഷയും പാപമോചനവും നൽകിയ, നമ്മളെ മക്കളെന്നുള്ള പദവിയിലേക്ക് ഉയർത്തിയ ആ പുത്രൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. എന്നേക്കും നമുക്ക് സഹായകനായി നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, ആ ഫെലോഷിപ്പിൽ നിന്നുകൊണ്ട് യേശുവിനെ സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ബ്ലസ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തുള്ളത് പ്രത്യേകമായിട്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് ഇരിക്കുന്നുണ്ട്, ഇനിയുള്ള സമയം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പം പെട്ടെന്ന് എല്ലാവർക്കും വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കും. ചില ദിവസങ്ങൾ അങ്ങനെ നിയോഗം കിട്ടാറുണ്ട്. ഇന്ന് ഈശോ എനിക്ക് തരുന്ന നിയോഗം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തു, അത് കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇന്ന് കേട്ട വചനം വെച്ച് സാധിക്കുന്നവർ ഒരു 10 മിനിറ്റ് എങ്കിലും ഈശോയുടെ സന്നിധിയിൽ ഇരിക്കണം. ഞങ്ങളെ ഓർക്കണം പ്രാർത്ഥനയിൽ. പിന്നെ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കുറേ നിരീശ്വരവാദ ഗ്രൂപ്പുകളൊക്കെ വന്ന് ഈ റിപ്പോർട്ട് കൊടുക്കുന്ന കാരണം ഒത്തിരിയും പേർക്ക് ഇന്ന് വീഡിയോസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം വീഡിയോസ് കിട്ടാത്തതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കും, വീഡിയോസ് ഇപ്പം കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്തും ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക. കമ്പൽഷൻ ഒന്നുമില്ല. കമൻറ്റ് ചെയ്യുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും സമാധാനവും ഇന്നും എന്നും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു.